എല്ലാവർക്കും പേരമ്മയുടെ പുതിയ കഥയിലേക്ക് സ്വാഗതം. പേരമ്മയുടെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും സന്തോഷമായിട്ടിരിക്കണമല്ലോ അല്ലേ? പേരമ്മയുടെ കഥ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ എല്ലാവരും? കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? പുതിയ കൂട്ടുകാരോട് പറയുന്നുണ്ടോ ഈ കഥ കേൾക്കാനൊക്കെ? കഥ ഇഷ്ടമായെങ്കിൽ അവരോടും ലൈക്ക് ചെയ്യാൻ പറയണം. പേരമ്മയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നിങ്ങളുടെ പേരമ്മയോടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കുഞ്ഞു കുഞ്ഞു സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ട് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. നമുക്കിന്ന് പുതിയ കഥ കേൾക്കണ്ടേ? ഇന്ന് നമുക്ക് വളരെ ദേഷ്യക്കാരനായിട്ടുള്ള ഒരു കുഞ്ഞുമിടുക്കൻ്റെ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ആകെ ഒരു മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് കളിക്കാനൊന്നും അങ്ങനെ ഒരുപാട് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വളരെ വാശിയും ദേഷ്യമുള്ള കുട്ടിയായിരുന്നു. നിങ്ങളിലും ചിലരൊക്കെ എങ്ങനെയാണല്ലേ? ഭയങ്കര ദേഷ്യക്കാരാണല്ലേ? ദേഷ്യം വന്നാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുക? കൈ കിട്ടിയതൊക്കെ വലിച്ചെറിയും, കണ്ടവരെയൊക്കെ ചീത്ത പറയും അല്ലേ? ചിലപ്പോ ഒരടിയോ ഇടിയോ ഒക്കെ കൊടുത്തുന്നും വരും അല്ലേ? ഉപദ്രവിക്കുകയും ചെയ്യും അല്ലേ? ഈ ദേഷ്യം നല്ലതാണോ? ഈ കഥ കേട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ദേഷ്യക്കാരായിട്ടുള്ള പേരമ്മയുടെ മക്കളൊക്കെ ഒന്നിരുന്ന് ആലോചിക്കണം, നമുക്ക് ഈ ദേഷ്യം വേണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഈ ദേഷ്യക്കാരനായിട്ടുള്ള ഈ കുട്ടനെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടി, വളരെ വിഷമിച്ചു. അവന് ദേഷ്യം വരുമ്പോൾ അവർ ദേഷ്യപ്പെട്ടു നോക്കി, അവർ സങ്കടപ്പെട്ട് പറഞ്ഞു നോക്കി, നല്ല പോലെ പറഞ്ഞു മനസ്സിലാക്കി നോക്കി. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ ഈ കുട്ടിക്ക് ദേഷ്യം നിയന്ത്രിക്കാനേ പറ്റില്ല. അവന് നിങ്ങളെപ്പോലെ ദേഷ്യം വരുമ്പോൾ കൈ കിട്ടിയതൊക്കെ എടുത്ത് എറിഞ്ഞു ഉടച്ചു കളയും. ചിലപ്പോൾ ഒന്ന് ഉപദ്രവിച്ചു എന്ന് വരും, ചിലപ്പോൾ അവനെ തന്നെ ചിലപ്പോൾ അവനൊന്ന് ഉപദ്രവിച്ചു എന്ന് വരും. അങ്ങനെ വല്ലാതെ വിഷമായി. അപ്പം ഈ അച്ഛന് അതൊരു വലിയ സങ്കടമായി. ഈ കുട്ടിയെ കൊണ്ട് പുറത്തേക്കൊന്നും പോവാൻ നിർത്തിയില്ല. എവിടെ ചെന്നാലോ എപ്പോഴാണോ ഈ കുട്ടിക്ക് എന്ത് പറഞ്ഞാലാണോ ദേഷ്യം വരിക, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടുള്ള പ്രകൃതമൊക്കെ കാണിച്ചാൽ ആകെ നാണക്കേടാവില്ലേ? മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവില്ലേ? അപ്പം അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടി വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ ആകെ ഒരു സങ്കടമായി ഇവൻ്റെ ഈ ദേഷ്യം കൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ ഒരു ദിവസം പലതും ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. ഇവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഒരു പുതിയ മാർഗം കണ്ടുപിടിക്കണം എന്ന്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? ഒരു നല്ല ഭംഗിയുള്ള ഒരു പലക കഷ്ണം കൊണ്ടുവന്നു. വെറുതെ ഒരു പലക കഷ്ണം അല്ലായിരുന്നു അത്, നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത ഒരു പലക കഷ്ണം കൊണ്ടുവന്ന് അവന് കൊടുത്തു. അവന് വലിയ സന്തോഷമായി. നല്ല ഭംഗിയുള്ള ഒരു ആനയുടെ പടം കൊത്തി വെച്ചിട്ടുള്ള നല്ലൊരു പലക. പക്ഷെ അതോടൊപ്പം അച്ഛൻ എന്ത് ചെയ്തു? അവന് ഒരു പിടി ആണി കൊടുത്തു. നല്ല മൂർച്ചയുള്ള ആണിയില്ലേ, ആണി കൊടുത്തു. ഈ ആണി അടിക്കാനുള്ള ഒരു ചുറ്റികയും കൊടുത്തു. എന്നിട്ട് അവനോട് എന്തു പറഞ്ഞു എന്നറിയോ? ഇനി മോന് ദേഷ്യം വരുമ്പോൾ അച്ഛനും അമ്മയും ഒന്നും ഇടപെടാൻ വരില്ല. അച്ഛൻ മോന് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ മോൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ട് പറയാറുണ്ട്, ചിലപ്പോൾ സങ്കടപ്പെട്ട് പറയാറുണ്ട്, ചിലപ്പോൾ അച്ഛൻ മോനെ ഉപദേശിക്കാറുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതിനൊന്നും പരിശ്രമിക്കണില്ല. മോന് ദേഷ്യം വരുമ്പോൾ മോൻ എന്ത് ചെയ്യുക? ഈ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ പലകയുണ്ടല്ലോ, ഇത് മേളിക്ക് മോൻ ഈ ആണി അങ്ങോട്ട് അടിച്ചോളൂ. എത്ര നേരമാണോ ദേഷ്യം നിൽക്കുന്നത്, എത്ര പ്രാവശ്യമാണോ മോന് ദേഷ്യം വരുന്നത്, അപ്പോഴൊക്കെ മോൻ എന്ത് ചെയ്തോളൂ? ഈ ആണി എടുത്ത് ആ ചുറ്റിക കൊണ്ട് ആ പലകയം അടിച്ചോളൂ. വേറെ ഒരു ദ്രോഹം ചെയ്യാൻ നിൽക്കണ്ട, ആരെ ഉപദ്രവിക്കേണ്ട, ഒരു സാധനവും എറിഞ്ഞുടയ്ക്കരുത്. പകരം ദേഷ്യം തീർക്കാനായിട്ടാണ് അച്ഛൻ ഈ ആണിയും ഈ പലകയും ഈ ചുറ്റികയും മോന് സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞു. കുട്ടി വളരെ ഗൗരവത്തിൽ തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പലക മേടിച്ചു. ആ പലക മേടിച്ചപ്പോൾ അവനും അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആനയുടെ പടം കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആന അതിൽ കൊത്തി വെച്ചിരിക്കുന്നു. അവനത് കൊണ്ടുവന്ന് സ്വന്തം മുറിയിൽ സൂക്ഷിച്ചു വെച്ചു. ഒപ്പം ഈ ആണി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രവും ആ ചുറ്റികയും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അച്ഛൻ പതിവ് പോലെ ജോലിക്ക് പോയി. കുട്ടി അമ്മയുടെ അടുത്തിരുന്ന്
പലതവണ പല കാര്യങ്ങളെ കൊണ്ട് ദേഷ്യം പിടിച്ചു. ഓരോ തവണ അവന് ദേഷ്യം വന്ന് അവൻ ഓരോ പ്രവൃത്തികളിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ അമ്മ ഓർമ്മിപ്പിക്കും, മോനെ അച്ഛൻ ദേഷ്യം വരുമ്പോൾ ആണി അടിക്കാനുള്ള സംവിധാനം ചെയ്തു തന്നിട്ടുണ്ടല്ലോ, പോയി ആ പലകയിൽ ആണി അടിച്ച് നിന്റെ ദേഷ്യം തീർത്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പ്രാവശ്യവും അമ്മ ഓർമ്മിപ്പിക്കും. ഈ കുട്ടി എന്ത് ചെയ്യും? അവൻ ഓരോ കാര്യത്തിന് ദേഷ്യം വരുമ്പോഴും അവൻ എന്തിനൊക്കെയാ ദേഷ്യം വരിക? അങ്ങനെ അവന് തന്നെ തീരുമാനമില്ല. എന്ത് പറഞ്ഞാലും എപ്പോഴും ദേഷ്യവും വാശിയും തന്നെ. അപ്പോൾ വേറെ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും എറിഞ്ഞുടയ്ക്കാനോ പോയില്ല. അവൻ ഓരോ പ്രാവശ്യവും ഈ ആനയെടുത്ത് ഈ പലകയിൽ അടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആനയുടെ പല ഭാഗങ്ങളിലായിട്ട് അവൻ അന്നത്തെ ദിവസം മുഴുവനും ആണി അടിച്ചു തീർത്തു. വൈകുന്നേരം വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, എനിക്കിന്ന് ദേഷ്യം വന്നപ്പോഴൊക്കെ ഞാൻ വേറെ ഒന്നും നശിപ്പിച്ചില്ല അച്ഛാ, ഈ പലകയിൽ ആണി അടിച്ചുകൊണ്ടിരുന്നു. അന്നും അച്ഛൻ വന്നപ്പോൾ നല്ല മനോഹരായിട്ടുള്ള ഒരു മനുഷ്യന്റെ രൂപം കൊണ്ടുവന്നു പലകയിൽ കൊത്തിവെച്ചത്. മോനോട് പറഞ്ഞു, മോനെ നാളെ ഇനി നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, ഇത്ര മനോഹരായിട്ടാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ ആണി അടിക്കാൻ നേരത്തെ ഒന്ന് ആ പടത്തിലേക്ക് നോക്കിയിട്ട് വേണം മോനെ ആണി അടിക്കാൻ എന്ന് മാത്രം പറഞ്ഞു അച്ഛൻ. പിറ്റേന്ന് വീണ്ടും അവന് ദേഷ്യം വരാൻ തുടങ്ങുമ്പോൾ അവൻ ഈ ആണിയെടുത്ത് ഈ പടത്തിലേക്ക് ഒന്ന് നോക്കും. അപ്പം അവന് ആ പടത്തില് നല്ല മനോഹരമായിട്ട് കുത്തിവെച്ചിരിക്കുന്ന ഒരു രൂപം. ഇന്നലത്തെ ആനയോ ഞാൻ നശിപ്പിച്ചു, ഇനി ഈ മനുഷ്യന്റെ രൂപം ഞാൻ നശിപ്പിക്കണോ? എന്നാലും അവനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത പല സന്ദർഭങ്ങളിലും അവന് ആ മനുഷ്യന്റെ രൂപത്തില് ആണി അടിക്കേണ്ടി വന്നു. എന്നാലും താരതമ്യേന തലേ ദിവസം അടിച്ചതിനേക്കാൾ കുറവ് ആണിയാണ് അവൻ അന്ന് അടിച്ചുള്ളൂ. അന്ന് വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു മയിലിനെ കുത്തിയ പലക കൊണ്ടുവന്നു. അന്നത്തേത് വളരെ വിശേഷപ്പെട്ട നല്ല മനോഹരമായിട്ട് പെയിന്റൊക്കെ ചെയ്ത ഒരു മയിലായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞു, മോനെ ഈ മയിലിന്റെ പലക വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു, നല്ല മനോഹരമായിട്ടുള്ള പലകയാണ്. അതിൽ ആണി അടിക്കുമ്പോൾ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ആണി അടിക്കാൻ. അന്ന് അവൻ ആ പലകയും കൊണ്ടുവന്ന് സ്വന്തം മുറിയിൽ സൂക്ഷിച്ചു വെച്ചു. 3-ാം ദിവസം അവൻ കുറെ കൂടി ശ്രദ്ധിച്ച് ഓരോ പ്രാവശ്യവും ആണി എടുക്കുമ്പോൾ ആ മനോഹരമായിട്ടുള്ള മയിലിനെ വീണ്ടും വീണ്ടും നോക്കും. അങ്ങനെ പലവട്ടം ആണി അടിക്കാൻ മുതിർന്നെങ്കിലും അവൻ ആണി അടിച്ചില്ല. അന്ന് വൈകുന്നേരം അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇന്ന് എനിക്ക് ഒരുപാട് പ്രാവശ്യം ദേഷ്യം വന്നു, ആണി അടിക്കാൻ മുതിർന്നെങ്കിലും ഞാൻ ആണി അടിക്കാതെ വളരെ സശ്രദ്ധം എൻ്റെ ദേഷ്യമൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചു, ആണി അടിക്കാതെ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ദേഷ്യം നിയന്ത്രിക്കേണ്ടത്. എത്ര ദേഷ്യം വന്നാലും ആ ദേഷ്യത്തിന്റെ ഫലം അനുഭവിക്കുന്നത് ആ പലകയല്ലേ. ഇപ്പോൾ ആ പലകയിലേക്ക് നീ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ മനോഹാരിത നീ ഒന്നുകൂടി കണ്ട ഉറപ്പ് വരുത്തുമ്പോഴാണ് നിനക്ക് ആണി അടിക്കണ്ടെന്ന് തോന്നുന്നത്. ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യൂ, എൻ്റെ മോൻ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിച്ചുല്ലോ, നാളെ മുതൽ നീ വളരെ ശാന്തനായിട്ടിരുന്ന് ആ അടിച്ച ആണിയൊക്കെ സാവധാനത്തിൽ ഊരിയെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, ആ ശരി അച്ഛാ, ഇനി ദേഷ്യം നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചു, പകരം ഞാൻ ഈ ആണിയെല്ലാം സാവധാനത്തിലിരുന്ന് അഴിച്ചെടുക്കാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് മുതൽ അവൻ ഒരുപാട് ദിവസം പണിപ്പെട്ടു. കാരണം ആദ്യത്തെ ദിവസം ഒരുപാട് ആണി അടിച്ചു, രണ്ടാമത്തെ ദിവസവും കുറെ ആണി അടിച്ചു. 3-ാമത്തെ ദിവസം മാത്രം ആയപ്പോഴാണ് കുറച്ചെങ്കിലും അവന് ദേഷ്യം നിയന്ത്രിക്കാനും ആണി അടിക്കാതിരിക്കാനും ഒക്കെ പറ്റിയത്. അപ്പൊ ഈ കുട്ടൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് 4-ാമത്തെ ദിവസം മുതൽ ഓരോ പലകയിൽ നിന്ന് അടിച്ച ആണിയെല്ലാം സാവധാനത്തിൽ ഊരിയെടുത്തു. അങ്ങനെ ഒരു 10-12 ദിവസം കൊണ്ട് അവൻ വളരെ പണിപ്പെട്ട് എല്ലാ ആണി ഊരിയെടുത്തു. അങ്ങനെ പലകയൊക്കെ വീണ്ടും ആണികളില്ലാത്ത പലകകളായി മാറി. 10 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനോട് അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ എല്ലാ ആണി ഊരിയെടുത്തു, ഇപ്പൊ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, ദേഷ്യം വരാതെ പിടിച്ചു വെക്കാനായിട്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോൻ വരൂ, ഞാൻ ആ പലകകളൊക്കെ ഒന്നുകൂടെ കാണട്ടെ എന്ന് പറഞ്ഞു. അച്ഛനും മോനും കൂടെ അവന്റെ മുറിയിൽ ചെന്ന് ആ പലകയെല്ലാം പരിശോധിക്കുകയാണ്. മനോഹരമായിട്ട് കൊത്തിവെച്ചിരുന്ന രൂപങ്ങളെല്ലാം ആണിയടിച്ച് ഓട്ടയായി പോയി. ദേഷ്യം മാറിയപ്പോൾ ആണിയെല്ലാം ഊരിയെടുത്തെങ്കിലും ആണി അടിച്ച ദ്വാരങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് എന്തുപറ്റി? ആ മനോഹരമായിട്ടുള്ള കൊത്തുപണി ചെയ്ത പലകകളൊക്കെ നിറയെ ഓട്ടകൾ വീണ് തുളകൾ വീണ് വൃത്തികേടായി. അച്ഛൻ മോനോട് പറഞ്ഞു, മോന് ദേഷ്യം വന്നപ്പോൾ എല്ലാത്തിലും ആണി അടിച്ചു വെച്ചു അല്ലേ? മോന്റെ ദേഷ്യം മാറിയപ്പോൾ മോൻ ആ ആണിയെല്ലാം ഊരിക്കളഞ്ഞു. പക്ഷെ എന്തു പറ്റി? ആ ദേഷ്യം വന്നപ്പോൾ അടിച്ചു കയറ്റിയ ആണിയുടെ ദ്വാരങ്ങളെല്ലാം അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട്. മോനും ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ
മറ്റുള്ളവരോട് ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ, അവരെ ആക്രമിച്ച് മുറിവേൽപ്പിക്കുമ്പോഴൊക്കെ ഇതേപോലെയുള്ള ദ്വാരങ്ങൾ അവരുടെ മനസ്സിലും വീഴുന്നുണ്ട്. പകരം അവരുടെ 3-ാമത് ദിവസം അച്ഛൻ മനോഹരമായിട്ടുള്ള പടം കൊണ്ടു കൊടുത്തപ്പോൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ ആണി അടിക്കണ്ടെന്ന് തോന്നിയില്ലേ? നമ്മൾ ഓരോരുത്തരോടും ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം അല്ലേ? എല്ലാവരും നമ്മൾ ഇടപഴകുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നല്ല ഗുണങ്ങളുണ്ട് അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ അവർ നമുക്ക് ഇഷ്ടം ചെയ്തു തന്ന ആളുകളായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ അവരായിട്ട് ഇടപഴകി പോണത്. അപ്പോൾ ഈ ആണി അടിക്കുന്നതിന് മുമ്പ് ആ പടത്തിലേക്ക് നോക്കിയ പോലെ ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ വർത്താനം പറയുന്നതിന് മുമ്പ്, ഉപദ്രവിക്കുന്നതിന് മുമ്പ്, ഒന്ന് ഉന്തിയിടുന്നതിനും മടിക്കണതിനും ഒക്കെ മുമ്പ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരനെയോ നമ്മുടെ സഹോദരനെയോ ഒക്കെ ഒന്നുകൂടി സ്നേഹത്തോടെ നോക്കൂ. അപ്പം നമുക്ക് അവരോട് ഇഷ്ടം തോന്നും. അപ്പം നമുക്ക് ദേഷ്യപ്പെടണ്ടെന്ന് തോന്നും. ഇതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുക? ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഒരു നിമിഷം അവരെ ഒന്നുകൂടി നോക്കൂ, സ്നേഹത്തോടെ നോക്കൂ. അപ്പം നമ്മുടെ ദേഷ്യമൊക്കെ പോയിട്ടുണ്ടാവും. പേരമ്മയുടെ എല്ലാ മക്കളും ദേഷ്യമില്ലാത്ത നല്ല മിടുക്കന്മാരും മിടുക്കികളും ആയിട്ടിരിക്കണം കേട്ടോ. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരോട് പറയാൻ മറക്കരുത് കേട്ടോ. പേരമ്മയുടെ കഥ കേൾക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം കേട്ടോ. കമൻ്റൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ പേരമ്മയുടെ എല്ലാ മക്കളും ദേഷ്യമില്ലാത്ത മിടുക്കന്മാരായിത്തീരട്ടെ. വീണ്ടും പുതിയ കഥയായിട്ട് കാണാട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് പൊക്കോട്ടെ. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.